എൻ്റെ പേര് കോയ, പൊന്നാനിയാണ് സ്വദേശം. പൊന്നാനി തന്നെ ഈ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. 40 വർഷങ്ങളായി പൊന്നാനിൽ ഈ മേഖലയിൽ മത്സ്യബന്ധന മേഖലയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ മുൻഗാമികളാരും ഈ മേഖലയിൽ ഇല്ല. അവരെല്ലാവരും പായക്കപ്പൽ ഓട്ടക്കാരായിരുന്നു, എന്ന് വെച്ചാൽ പത്തേമാരി ഓട്ടക്കാരായിരുന്നു എൻ്റെ മുൻകാലങ്ങളിലുള്ളവർ. ഇപ്പോൾ ഞാനായിട്ട് ഈ തൊഴിൽ തിരഞ്ഞെടുത്ത് ഞാനായി ഈ തൊഴിൽ അവസാനിപ്പിക്കും. അതിന് കാരണങ്ങൾ പറയാം. ഇപ്പോൾ ഞാൻ ഈ 40 വർഷമായി ഈ ഫീൽഡിൽ നിൽക്കുന്ന, 35 വർഷം ഈ ഫീൽഡിൽ സ്ട്രോങ്ങായി ബോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഇനി എത്ര കാലം തുടർന്ന് പോകുമെന്നുള്ളത് പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രയും വളരെ കുറച്ച് കാലം കൊണ്ട് നിർത്തണമെന്നുള്ള ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ ഈ മേഖലയിലെ നട്ടെല്ലൊടിഞ്ഞിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഈ മേഖലയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി, ഈ മേഖലേൻ്റെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഡീസൽ പ്രതിസന്ധിയാണ്. എല്ലാ മേഖലകളിലും വണ്ടി വാഹനങ്ങൾക്കും മറ്റുള്ള എല്ലാ യന്ത്രങ്ങൾക്കും ഡീസൽ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതാത് സമയത്ത് അതിൻ്റെ എക്സ്പെൻസ് കൂട്ടാൻ പറ്റും. ഞങ്ങൾക്ക് ആരോടാണ് കൂട്ടേണ്ടത്? 30 വർഷം മുമ്പുണ്ടായിരുന്ന വിദേശ നാണയം കൊടുത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഖജനാവിക്ക് വിദേശ നാണയങ്ങൾ നേടിക്കൊടുത്തിരുന്ന ഞങ്ങൾ 30 വർഷം മുമ്പ് വിദേശത്ത് നിന്ന് കയറ്റുമതി ചെയ്തിട്ട് കിട്ടിയിരുന്ന റേറ്റാണ് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ 30 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കിട്ടുന്നത്. ഇതാണ് ഇന്നത്തെ മത്സ്യബന്ധന മേഖലൻ്റെ അവസ്ഥ. അത് മാത്രമല്ല, 30 വർഷം മുമ്പ് ഡീസലിന് 10 റുപ്യയുടെ താഴെ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് 100 രൂപയാണ്. അന്നത്തെ വിലയും ഇന്നത്തെ വിലയും ഞങ്ങൾക്ക് കിട്ടുന്നത് മത്സ്യത്തിന് ഒരേ റേറ്റാണ്. വിദേശത്ത് കയറ്റി പോണ ചെമ്മീൻ, കണവ, കൂന്തലിനെല്ലാം കിട്ടുന്നത്. സബ്സിഡി ഇല്ല. കേരളത്തിന് മാത്രമാണ് സബ്സിഡി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും നല്ല അപകടം പിടിച്ച ഒരു തൊഴിൽ, 2 തൊഴിലാണ്. അതിൽ ഒരു തൊഴിലാണ് ഞങ്ങൾ ഈ എടുക്കുന്ന തൊഴിൽ, മത്സ്യബന്ധന മേഖലയിലുള്ള തൊഴിൽ. ഈ തൊഴിൽ ഒന്ന്, ഈ തൊഴിലിന് ഞങ്ങൾക്കൊരു സബ്സിഡിയോ, ഞങ്ങൾക്ക് മറ്റുള്ള ഈ ബോട്ടുകാർ എന്ന് പറയുന്നത് എന്തോ ഞങ്ങളൊരു 2ാം തരം മത്സ്യത്തൊഴിലാളികൾ എന്നുള്ള പൗരന്മാർ രീതിയിലാണ് സർക്കാരിൻ്റെ ധാരണ. 1ാം തരം പൗരന്മാരെന്ന് പറഞ്ഞത് 500-600 HP എഞ്ചിൻ വെച്ചിട്ട് 2000 മീറ്റർ നീളമുള്ള വല, 700 മീറ്റർ 70 മീറ്റർ ഇറക്കമുള്ള വല, ഇത്രയും വലിയ വല വെച്ച് വല പിടിക്കുന്നവൻ അവന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി. ഇത് നല്ല അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്കാണ് ഞാനീ പറയുന്നത്. ഇത് ശരിക്കും ഒന്ന് അറിയണം അധികാരികൾ. ഞങ്ങൾക്ക് മത്സ്യബന്ധനം നടത്താൻ ഇപ്പം തീരപ്രദേശത്ത് പാടില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം തീരപ്രദേശത്ത് ഞങ്ങൾ അഭിമുഖീകരിച്ച് ജീവിക്കുന്നത്? ഇപ്പം ഈ തൊഴിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് പട്ടിണിയാണ്. എല്ലാവരും പറയാറുണ്ട് ഞങ്ങൾ പട്ടിൻ്റെ വക്കിലില്ല. ദാരിദ്ര്യം കൊടികുത്തി വാഴാൻ ഞങ്ങളുടെ ഇടയിൽ. ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാനോ, ഞങ്ങളും മനുഷ്യന്മാരല്ലേ. എക്കാലത്തും മത്സ്യത്തൊഴിലാളിയുടെ കുട്ടികൾ മത്സ്യത്തൊഴിലാളിയും തെങ്ങേറ്റക്കാരൻ്റെ മക്കൾ തെങ്ങേറ്റക്കാരനായിട്ട് ജീവിക്കണമെന്നാണോ സർക്കാരിൻ്റെ നയം? ഞങ്ങളെ കുട്ടികളെല്ലാം പഠിക്കണം, ഞങ്ങളെ കുട്ടികളെല്ലാം നല്ല രീതിയിൽ വളരണം. പിന്നെ അടിയന്തരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിന്നെ ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ഡീസൽ സബ്സിഡി എല്ലാ സംസ്ഥാനത്തും കൊടുക്കുന്ന പോലെ ഞങ്ങൾക്ക് കിട്ടണം. സർക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ ഞങ്ങളിൽ ഉണ്ടാവണം. ഡീസൽ സബ്സിഡി ഞങ്ങൾക്ക് കിട്ടണം. ഇതൊരു അഭ്യർത്ഥനയാണ്. ഞങ്ങൾ എളിമയായിട്ടുള്ള രീതിയിലുള്ള ഒരു അഭ്യർത്ഥന. ഞങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല. പഠിച്ചത് ആകെ കടലിൽ 40 കൊല്ലം ഗുസ്തി ചെയ്യലാണ്. ആ തൊഴിലിൻ്റെ ഒരു അപമാനമുള്ള തൊഴിൽ, ആ തൊഴിലിൻ്റെ ഒരു എന്താ പറയുക, ഒരു വേദന. ആ വേദനയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇത് വളരെയധികം ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ്. കമ്മ്യൂണിറ്റി, ഒരു സമൂഹം എന്നല്ല, നിങ്ങളുടെ ഫിഷർമാൻ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ എന്തൊക്കെ നിങ്ങൾ സംഘടനാപരമായിട്ട് എന്തൊക്കെ ചെയ്യുന്നത്? അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തമ്മിൽ ആൾക്കൂട്ടം കൂടിയിട്ട് നിങ്ങളുടെ തന്നെ എന്തെങ്കിലുമൊക്കെ സംഘടനകളുണ്ടോ ഇതിനെതിരെ? ഈ വെല്ലുവിളി ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഞങ്ങൾ അപ്പോൾ സമൂഹമായിട്ട് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഞങ്ങൾ എത്ര പേര് ഇവിടെ ഉണ്ട്, അന്നേരം ഞങ്ങൾക്ക് ഇതിന് സംഘടനയായിട്ട് ചെയ്യലില്ല. ഞങ്ങൾ ഉള്ളവരെല്ലാവരും ശരിക്കും ഞങ്ങൾ ജീവമരണ പോരാട്ടം നടത്തി അതിന് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങും. അതാണ് മത്സ്യത്തൊഴിലാളികളുടെ ഒരു രീതി. അല്ലാതെ ഞങ്ങളായിട്ട് ഒരു പ്രത്യേക രീതിയിൽ സംഘടനകൾ ഞങ്ങളുണ്ട്, അസോസിയേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന് നേതൃത്വം കൊടുക്കാൻ ആരും വേണ്ട. അന്നേരം ഉള്ളവരാരാണ്? അവരെന്നെ അതിനുള്ള നേതൃത്വം കൊടുക്കലും അതിനുള്ള എല്ലാ രക്ഷാപ്രവർത്തനത്തിനും എല്ലാവരും ഞങ്ങൾ ജീവൻ പോയാലും ഞങ്ങളെ ജീവൻ ഞങ്ങൾ രക്ഷിക്കും, ഞങ്ങളെ സഹപ്രവർത്തകർ രക്ഷിക്കും. അതാണ് ഞങ്ങളുടെ പോളിസി. അപ്പോൾ ഇതിപ്പോൾ 2024 ഏപ്രിലിൽ നടക്കുന്ന പ്രോഗ്രാമാണല്ലോ, UN ഓഷ്യൻ ദശാബ്ദ കോൺഫറൻസ്. അപ്പോൾ അതിൽ ഈ വീഡിയോ നമ്മൾ പ്രദർശിപ്പിക്കും. അപ്പോൾ അത് സംഘടിപ്പിക്കുന്ന യൂണിയനിലുള്ള ആൾക്കാരുടെ അടുത്ത് എന്താണ് ചോദിക്കുക? എന്തെങ്കിലും പറയാനുണ്ടോ? അവരുടെ അടുത്ത് എന്തെങ്കിലും ആഗ്രഹങ്ങൾ അറിയിക്കാനുണ്ടോ? പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും ഒരു മെസ്സേജ് പോലെ ഞങ്ങളെ കുട്ടികൾക്ക് നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസം കൊടുക്കണം. ഞങ്ങളെ കുട്ടികൾക്ക് ഞാൻ പലരോടും ആവശ്യപ്പെട്ടുള്ളതാണ്. എനിക്ക് 3 കുട്ടികളും പഠിക്കുന്നുണ്ട്. 3 കുട്ടികളും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിലെല്ലാം പഠിക്കുന്നുണ്ട്. 46 ഏക്കർ ഭൂമിയുണ്ട് പൊന്നാനി ഫിഷിംഗ് ഹാർബറിനുള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കോളേജ് ഞങ്ങൾക്ക് കിട്ടണം. അത് ഞാൻ പലരോടും അഭ്യർത്ഥന
പലരോടും നടത്തിയിട്ടും ആരും അത് ചെവിക്കൊള്ളല്ല. കാരണം ഞങ്ങൾ മത്സ്യത്തൊഴിലാളിയായിപ്പോയി, ഞങ്ങൾ പൈസക്കാരല്ലല്ലോ. ഞങ്ങൾ ഇവിടെ കര കൊടുന്നു കഴിഞ്ഞാലാണ് ഇടത്തട്ടുകാർ വന്നിട്ട് ഞങ്ങളെ ചൂഷണം ചെയ്യുന്നത്. ഞങ്ങളെ ഈ നാട്ടിൽ ഞങ്ങളെ ചൂഷണം ചെയ്യേണ്ട ഒരുപാട്, ഇവിടെ 200 ചില്ലാനം 300 ചില്ലാനം ബോട്ടുണ്ട്. ഈ ബോട്ടിനെല്ലാം ചരക്കെടുക്കുന്നത് ഒരൊറ്റ വ്യക്തികളെ ഒരു കമ്പനിയാണ്. അപ്പം തന്നെ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. UN ഓഷ്യൻ ഡെക്കേഡ്, അതായത് സമുദ്ര ദശകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല അല്ലേ? അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രം അഭിമുഖീകരിക്കുന്ന, ഞാൻ വായിക്കാട്ടോ, വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും അതിന്റെ ആരോഗ്യവും സുസ്ഥിരതയും തീരദേശവാസികളുടെയും ഭക്ഷ്യസുരക്ഷയും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ആഗോള സംരംഭമാണ് UN സമുദ്ര ദശകം. അടുത്ത വർഷം 2024, അതായത് ഈ വർഷം ഏപ്രിലിൽ ബാഴ്സലോണയിൽ നടക്കുന്ന UN സമുദ്ര ദശാബ്ദ സമ്മേളനം ജേതാക്കളെയും ശാസ്ത്രജ്ഞരെയും NGO-കളെയും കമ്പനികളെ സംയോജിച്ച് അടുത്ത ദശകത്തിൽ നമ്മുടെ സമുദ്രങ്ങൾ അഭിമുഖീകരിക്കുന്ന സമ്മർദ്ദ വെല്ലുവിളികൾക്ക് പരിഹാരം കാണുന്നതിന് ചർച്ച ചെയ്യും. അതാണ് ആ പ്രോഗ്രാമിനാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അത് അവിടെ പ്രദർശിപ്പിച്ചിട്ട് നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് എന്താണുള്ളത് അങ്ങനെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു.